ബിജെപിയുടെ ഫണ്ട് തട്ടിപ്പിൽ സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്തിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ ഓഫീസ് സെക്രട്ടറി ഗിരീഷിനെയും വിളിച്ചു വരുത്തിയിട്ടുള്ള വിശദീകരണം തേടാനാണ് വിളിച്ചു വരുത്തിയത്. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോർ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. MG പ്രതീഷിനോട് വിവരങ്ങൾ ചോദിക്കാം. പ്രതീക്ഷ, ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ രണ്ട് ഭാഗമായി തിരിഞ്ഞു തന്നെയാണ് വലിയ ചർച്ച നടന്നത്. അതായത് നരേന്ദ്രമോദിക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, സുരേഷ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന് പോലും വി മുരളീധരൻ പക്ഷം പറഞ്ഞു. ഇന്നും മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ മുരളീധരന്റെ വാക്കുകളിൽ സമാനമായ അഭിപ്രായത്തിന്റെ ഒരു അതൃപ്തി പ്രകടമായിരുന്നു. അപ്പോൾ അവർക്ക് സ്ഥാനചലനം ഉണ്ടാകുമോ, കടുത്ത നടപടി ഉണ്ടാകുമോ? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും ഇനി ബിജെപിയുടെ നേതൃത്വത്തിന്റെ നീക്കങ്ങൾ? ഷിഹാസ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ചേർന്ന ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ ഉയർന്നത്. ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കാത്തത് പാർട്ടിയുടെ പ്രതിച്ഛായയെ തന്നെ മങ്ങലേൽപ്പിക്കുന്നതാണ് എന്നതാണ് പ്രധാനമായും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെ ആ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യമായിരുന്നു നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യം, നേതാക്കൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്നതാണ്. ആ തെറ്റ് ചെയ്തവർക്ക് അതിനുള്ള നടപടി കിട്ടും, അല്ലെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ള ഒരു നിലപാടായിരുന്നു ഇന്നലത്തെ യോഗത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോപണ വിധേയരെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ സംസ്ഥാന ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിൽ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണമുയർന്ന സംസ്ഥാന സെക്രട്ടറി അഞ്ജനയെയും മുൻ ഓഫീസ് സെക്രട്ടറി ഗിരീഷിനെയുമാണ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് വിശദീകരണം തേടുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചെയ്തിട്ടുള്ളത്. ഈ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ആള് കൂടിയാണ് അഞ്ജനയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ടുള്ള പല തെളിവുകളും വിവരങ്ങളും ഓഡിയോ സന്ദേശങ്ങളും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. പക്ഷേ പാർട്ടി ഔദ്യോഗികമായി ഈ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളുകയായിരുന്നു. പക്ഷേ അങ്ങനെ തള്ളുമ്പോഴും പാർട്ടി തലത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിന്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിൽ ആരോപണ വിധേയരായവരിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്നതിനെതിരെയാണ് പ്രധാനമായും ഈ നേതാക്കൾ വളരെ രൂക്ഷമായി പ്രതികരിച്ചത്. വി മുരളീധരൻ അടക്കം വലിയ രീതിയിലാണ് ഇന്നലെ വിമർശനം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടി സ്വീകരിച്ച് ഈ നാണക്കേട് ഒഴിവാക്കാനായിരിക്കും പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെയും തീരുമാനം. ശരി, MG പ്രതീഷാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.